ഗൾഫ് 18 പ്രവാസി ശബ്ദം ഇന്നത്തെ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ ഇടിവ് തുടരുകയാണ്. 82 രൂപ 75 പൈസയിലാണ് ഡോളറിനെതിരെ ഇന്ന് വ്യാപാരം നടന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇന്ത്യൻ റുപ്പിയുടെ മൂല്യം 10% ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഇന്ത്യൻ സാമ്പത്തിക രംഗത്തിന് വലിയ വെല്ലുവിളിയാണ് രൂപയുടെ മൂല്യത്തകർച്ച സൃഷ്ടിക്കുന്നതെങ്കിലും പ്രവാസി ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഇത് ചാകരക്കാലമാണ്. പരമാവധി തുക നാട്ടിലേക്ക് അയക്കാൻ പ്രവാസികൾ ഈ അവസരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ചെലവ് ചുരുക്കിയും ലോൺ എടുത്തും വരെ രൂപയുടെ മൂല്യച്യുതി പ്രയോജനപ്പെടുത്താനാണ് പ്രവാസി ശ്രമിക്കുന്നത്. ഇങ്ങനെ പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന് എന്താണ് സംഭവിക്കുന്നത്? എവിടെ നിക്ഷേപിക്കപ്പെടുന്നു? മാക്സിമം റിട്ടേൺ ഉറപ്പാക്കാൻ പ്രവാസിക്ക് കഴിയുന്നുണ്ടോ? സമ്പദ്കാലത്തെ ഈ സമ്പാദ്യം ആപത്കാലത്ത് പ്രയോജനപ്പെടും വിധമാണോ നിക്ഷേപിക്കപ്പെടുന്നത്? ഗൾഫ് 18 പ്രവാസി ശബ്ദം പരിശോധിക്കുന്നു. സ്വാഗതം. ചർച്ചയിൽ നമുക്കൊപ്പം ചേരുന്നത് പ്രവാസി സമൂഹത്തിന് ഏറെ പരിചിതനായ സാമ്പത്തിക ഉപദേഷ്ടാവും വഴികാട്ടിയുമൊക്കെയായ കെ വി ഷംസുദ്ദീനാണ്. ഒപ്പം ബാങ്ക് ഉദ്യോഗസ്ഥനും സാമ്പത്തിക വിദഗ്ധനുമായ വി കെ ആദർശും ചേരുന്നു. ആദ്യം ശ്രീ ഷംസുദ്ദീൻ, ഇവിടെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഒരു വർഷമായി തുടരുന്ന മൂല്യച്യുതിയാണ് ഇന്ത്യൻ രൂപയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് തുടങ്ങി ഇന്ന് വരെയും ആ സാഹചര്യം പ്രയോജനപ്പെടുത്താൻ ഏറ്റവും സാധാരണക്കാരനായ പ്രവാസി മുതൽ ഈ കൂലിവേല അല്ലെങ്കിൽ ദിവസ ശമ്പളത്തിൽ അങ്ങനെ ഏർപ്പെടുന്ന പ്രവാസി മുതൽ ഏറ്റവും വലിയ സാമ്പത്തിക സ്ഥിതി ഉള്ളവർ വരെയും ശ്രമിക്കുന്നുണ്ട്. അതിന് പലവിധ മാർഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെ ഇത് പ്രയോജനപ്പെടുന്നു എന്നാണ് താങ്കൾ കരുതുന്നത്? ഇന്ത്യൻ റുപ്പി വീക്കാവുന്ന പ്രതിഭാസം കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. 1970 ഞാൻ ആദ്യമായി പണം അയച്ചത് 1000 ഉറുപ്പിക നാട്ടിലേക്ക് അയച്ചത് 666 ദർഹം നൽകിയിട്ടാണ്. അതേ സമയത്ത് ഇന്ത്യൻ റുപ്പി വീക്കായി കൊണ്ട് ഇപ്പോൾ 43 ദർഹം ഉണ്ടെങ്കിൽ 1000 ഉറുപ്പിക നാട്ടിലെത്തിക്കുവാൻ സാധിക്കും. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ പല വിധത്തിലും ഇങ്ങനെയുള്ള സന്ദർഭം ഉപയോഗപ്പെടുത്താറുണ്ട്. പക്ഷെ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പ്രവാസി എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ നിന്ന് 40 മില്യൺ പ്രവാസികൾ ലോകത്തിന്റെ നാനാഭാഗത്തുമുണ്ട്. കേരളത്തിൽ നിന്ന് ഏകദേശം 4 മില്യണോളം, അതായത് ഇന്ത്യയിൽ നിന്നുള്ള ടോട്ടൽ പ്രവാസിയുടെ 10% കേരളത്തിൽ നിന്നാണ്. ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന പ്രത്യേകമായിട്ടുള്ള ഒരു ഫിഗർ, ഏതാനും വർഷം മുമ്പ് 1 ലക്ഷം കോടി ഉറുപ്പിക പ്രവാസികൾ കേരളത്തിലേക്ക് അയച്ചു. അന്ന് ആ സംഖ്യ കേരളത്തിലേക്ക് കിട്ടിയപ്പോൾ ടോട്ടൽ ഇന്ത്യയിലേക്ക് പ്രവാസികൾ അയച്ച സംഖ്യയുടെ 19%, കേവലം 10% മാത്രം വരുന്ന കേരളത്തിനുള്ള പ്രവാസി സമൂഹം അയച്ചു എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത, അമേരിക്കയിലും കനഡയിലും ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും യൂറോപ്യൻ നാടുകളിലും എല്ലാം പ്രവാസികളുണ്ട്, ഇന്ത്യൻ പ്രവാസികളുണ്ട്, മലയാളികളും ഉണ്ട്. ആ പ്രവാസികളൊന്നും തന്നെ അവരുടെ കയ്യിൽ വരുന്ന പണം നാട്ടിലേക്ക് അയക്കുക അല്ല ചെയ്യുന്നത്. ആ നാട്ടിൽ തന്നെ സ്വരൂപിച്ചു വെച്ച് ആ നാട്ടിൽ കാലുറപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്. അതേ സമയത്ത് സാധാരണക്കാരായിട്ടുള്ള പ്രവാസികളാണ് 100 ബില്യൺ US$ ഇന്ത്യയിലേക്ക് അയച്ചു എന്ന് പറയുന്ന സന്ദർഭത്തിൽ അതിൻ്റെ 60% അയക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള പ്രവാസികളാണ്. അവർക്ക് ആ പണം അവരുടെ വീട്ടിലേക്ക് അയച്ചില്ലെങ്കിൽ അവരുടെ കുടുംബം ഭക്ഷണം കഴിക്കാത്ത അവസ്ഥയാണ്. അതേ സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞ വിഭാഗം അവർ ഉദ്ദേശിക്കുന്നത് ആ നാട്ടിൽ ഒരു നാഷണാലിറ്റി മേടിച്ച് അവിടെ ജീവിക്കുക എന്നുള്ളതാണ്. അതേ സമയത്ത് ഗൾഫ് മേഖലയിലെല്ലാം തന്നെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വ്യാപാര വ്യവസായ മേഖലയിൽ വിരാജിക്കുന്നവർ മലയാളികൾ തന്നെയാണ്. ആ അതിസമ്പന്നരായിട്ടുള്ള ആളുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അവർക്ക് അനുയോജ്യമായ ഒരു നിക്ഷേപ സാധ്യത കേരളത്തിലോ അല്ലെങ്കിൽ മറ്റു പ്രദേശങ്ങളിലോ ഇന്ത്യയിൽ കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് അവർ പണം നാട്ടിലേക്ക് അയക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ സൂചിപ്പിക്കുവാൻ കാരണം, ഇന്ത്യയിലേക്ക് അയക്കുന്ന റെമിറ്റൻസിന്റെ ലോകത്തിലെ നമ്പർ 1 റെമിറ്റൻസ് ഇന്ത്യയിലേക്ക് ലഭിക്കുന്നതാണ്. നമ്പർ 1 ഡയസ്പോറയും ഇന്ത്യൻ ഡയസ്പോറയാണ്. ഒരു കാലത്ത് ചൈനയായിരുന്നു, അത് മാറി വന്നിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ വളരെ കാതലായ ഒരു വിഷയം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി.
ഈ വരുന്ന കേരളത്തിൽ നിന്നുള്ള പ്രവാസികൾ, ഒരു പ്രവാസി 4 പേർക്ക് തണൽ നൽകുന്നുണ്ടെങ്കിൽ കേരളത്തിലെ 50% ജനങ്ങളും ജീവിക്കുന്നത് പ്രവാസികളെ ആശ്രയിച്ചാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതേ സമയത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഈ പണം മുഴുവൻ യാതൊരു ലക്ഷ്യബോധവും ഇല്ലാതെ, നാളത്തെ പറ്റി ചിന്തിക്കാതെ, ഒരു തിരിച്ചുവരവുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാതെ കിട്ടുന്ന പണം മുഴുവൻ നാട്ടിലേക്ക് അയക്കുകയും നാട്ടിലുള്ളവർ അത് ആർഭാടപൂർവ്വം ചെലവാക്കി അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വസ്തുതയാണ് കാണുന്നത്. കഴിഞ്ഞ 2021 5 മാസം ഞാൻ നാട്ടിൽ നിന്ന സമയത്ത് തിരിച്ചു വന്ന, കോവിഡ് കാലം തിരിച്ചു വന്ന പ്രവാസികളുടെ 1000-ഓളം ആളുകളോട് ഞാൻ സംസാരിച്ചു. അതിൽ 10 പേർക്ക് മാത്രമാണ് നാട്ടിൽ വന്നപ്പോൾ ജീവിക്കാനുള്ള ഒരു വരുമാന മാർഗം ഉണ്ട് എന്ന് അവകാശപ്പെട്ടത്. മറ്റുള്ളവർക്കൊന്നും തന്നെ ഇല്ല. അതാണ് അവസ്ഥ. അതേ സമയത്ത് ഞാൻ കഴിഞ്ഞ 53 വർഷമായി പ്രവാസികളിൽ സാമ്പത്തികമായ പ്ലാനിങ്, സാമ്പത്തികമായ അച്ചടക്കം, സമ്പാദ്യശീലം, നിക്ഷേപ സ്വഭാവം, ഇത് 4ഉം ഉണ്ടാക്കിയതിൻ്റെ ഫലമായി സസന്തോഷം ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. ആ ആളുകൾ ഇന്ന് നിലനിൽക്കുമ്പോൾ തന്നെ ബഹുഭൂരിപക്ഷം വരുന്ന പ്രവാസികൾ അങ്ങനെ ഒന്നും ചെയ്യാത്തവരാണ്. കൃത്യമായ പ്ലാനോ പദ്ധതിയോ ഒന്നുമില്ലാതെ ഈ സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നവരാണ് പ്രവാസികളിൽ വലിയൊരു വിഭാഗവും എന്നതാണ് താങ്കൾ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ കിട്ടുന്ന അവസരത്തിൽ മാക്സിമം പണം നാട്ടിലെത്തിക്കാനും ഈ രൂപയുടെ മൂല്യം കുറയുന്നതിന്റെ ഗുണം തേടാനും ശ്രമിക്കുമ്പോൾ പോലും അത് കൃത്യമായി വിനിയോഗിക്കപ്പെടുന്നില്ല എന്ന കാര്യമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ വി കെ ആദർശ്, ഇവിടെ ഇപ്പോൾ നമ്മളുടെ സാമ്പത്തിക അവസ്ഥ നോക്കുകയാണെങ്കിൽ രൂപയുടെ മൂല്യം കുറയുന്നുണ്ട്. അത് തുടർച്ചയായി സംഭവിക്കുന്നു. കഴിഞ്ഞ 1 വർഷമായി അത് വലിയ രീതിയിൽ ഇടിവ് നേരിടുകയാണ്. അപ്പോൾ പോലും സ്വർണത്തിന്റെ വിലയും ഉയർന്നു നിൽക്കുന്നു. സാധാരണ ഡോളറിന്റെ മൂല്യം കൂടുമ്പോൾ സുരക്ഷിത നിക്ഷേപമായി ഡോളറിലേക്ക് ആളുകൾ മാറും, സ്വർണത്തിന് വില ഇടിയാറുണ്ട്. പക്ഷേ സ്വർണത്തിന് വില ഉയർന്നു തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യം. വിലക്കയറ്റം അതിശക്തമാണ്. അപ്പോൾ പ്രവാസികൾ, അവരുടെ കുടുംബാംഗങ്ങളൊക്കെയും ജീവിക്കുന്നത് ഈ നാട്ടിൽ തന്നെയാണ്. എല്ലാത്തിനും വിലക്കയറ്റമാണ്. അപ്പോൾ ഇവർ കൂടുതൽ പണം അയക്കുന്നുണ്ട് എങ്കിൽ പോലും ഇവിടുത്തെ പ്രത്യേക സാഹചര്യത്തിൽ, ഇവിടുത്തെ സാമ്പത്തിക സ്ഥിതിയിൽ വന്ന ഈ മാറ്റങ്ങളിൽ, കോവിഡിന് ശേഷമുള്ള സിറ്റുവേഷനിൽ അത് എത്രമാത്രം പ്രയോജനപ്പെടുന്നുണ്ട്? വലിയ ഗുണം ലഭിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പോൾ അവരെ സംബന്ധിച്ച് ഉണ്ടോ നമ്മുടെ നാട്ടിൽ? ജീവിത ചെലവ് വളരെ ഉയർന്ന സിറ്റുവേഷനിൽ. അതെ, ചോദ്യം തന്നെ ശരിയാണ്. കാരണം ഇവിടത്തെ ഈ പണപ്പെരുപ്പത്തിന്റെ ഒരു നിരക്കൂടെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഇത് പ്രവാസികളായിരുന്ന പണം, നേരത്തെ സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവര് പലപ്പോഴും കൺസെപ്ഷനാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് അല്ലാത്ത, ഉത്പാദനപരമല്ലാത്ത സ്ഥലത്തേക്കാണ് ഇത് നിക്ഷേപിക്കുന്നത്. ഇപ്പൊ ഈ 2 പ്രശ്നങ്ങളും ഒരുമിച്ച് വരുമ്പോഴേക്കും എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ തിരിച്ചു വരേണ്ടി വന്നു. ഇപ്പൊ കോവിഡ് ഉണ്ടാക്കിയ ഒരു സ്ട്രെസ്, ഒരു സമ്മർദ്ദം നമുക്കറിയാം. ഇതും അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള തൊഴിൽ മാറ്റമോ അല്ലെങ്കിൽ പിരിച്ചുവിടലോ എന്തെങ്കിലും കാരണത്തെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷെ അവരുടെ നല്ല കാലത്ത് സമ്പാദിച്ച പണം കൊണ്ട് അവർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരും. കാരണം ഈ പണം പലപ്പോഴും ഉപയോഗപ്രദമല്ലാത്തടത്താണ് ഇതുവരെയും ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു പ്രശ്നം. അതായത് ഇവര് ഇതുവരെയും കൊണ്ടുവന്ന പണം എന്ന് പറഞ്ഞാൽ, നമുക്ക് സാധാരണ ഇൻവെസ്റ്റ്മെന്റ് എങ്ങോട്ട് പണം നിക്ഷേപിക്കുന്നു എന്ന് നോക്കാൻ നേരത്ത് നമ്മൾ ഇന്ത്യയിൽ തന്നെ പറയുന്ന ഒരു വർത്തമാനമുണ്ട്. കാരണം മലയാളി കൂടുതലും നിക്ഷേപിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് വീട്ടിലേക്കായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ വാഹനത്തിലേക്കായിരിക്കും പോകുന്നത്. പിന്നെ ഓഫ് കോഴ്സ് മക്കളുടെ വിദ്യാഭ്യാസം, അത് വളരെ നല്ലൊരു ട്രെൻഡാണ്. കാരണം കഴിഞ്ഞ ഒരു 25 വർഷത്തെ ട്രെൻഡ് എടുത്തു നോക്കിയാൽ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം കൊടുക്കാൻ, പ്രൊഫഷണൽ വിദ്യാഭ്യാസം കൊടുക്കാനായിട്ട് പ്രവാസി പണം ചെലവാക്കുന്നുണ്ട്. അത് ഒരു ദൂരവ്യാപകമായി അവർക്കത് നല്ല രീതിയിൽ ഗുണപരമായ ഒരു മാറ്റം ഉണ്ടാക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ആദ്യത്തെ 2 കാര്യവും അമിതമായി വീട്ടിലേക്കും, അതായത് വീട് വെക്കാനുള്ള പണം ചെലവാക്കുന്നതായാലും വാഹനത്തിലേക്ക് ചെലവാക്കുന്നതായാലും ഇതൊരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു സെക്ടർ അല്ല. അതേസമയം തന്നെ ഇവര് ഈ ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യത്തിലേക്ക് പോകുമ്പോൾ ഒന്നുകിൽ അവർക്ക് എന്തെങ്കിലും സംരംഭത്തിന്റെ ഭാഗമാകാം, അതല്ലെങ്കിൽ ഈ പറയുന്ന നല്ല ഫിനാൻഷ്യൽ അഡ്വൈസ് ഒക്കെ തേടിയിട്ട് വേണമെങ്കിൽ ഇത്തരത്തില് വലിയ കമ്പനികളുടെ ഷെയർ എടുക്കുന്ന രീതിയിലേക്കൊക്കെ പോകാം. അത്തരത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കത് ഗുണകരമായ രീതിയിൽ പിൽക്കാലത്തേക്ക് അതൊരു വലിയ അസറ്റായി മാറും. അല്ലെങ്കിൽ പിൽക്കാലത്തേക്ക് അഥവാ തൊഴിൽ മാറി വന്നാലും, തൊഴിലില്ലാതെ വന്നാൽ പോലും ഇതുവരെ ഉണ്ടാക്കിയ സമ്പാദ്യത്തിന്റെ മിച്ചം കൊണ്ട്, അല്ലെങ്കിൽ ഇതുവരെ സമ്പാദ്യത്തിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റും. അതായത് മെച്ചപ്പെട്ട കമ്പനികൾ നിക്ഷേപിക്കുക, മെച്ചപ്പെട്ട സംരംഭങ്ങൾ പണം മുടക്കുക, സ്വന്തമായി കൊള്ളാവുന്ന ഒരു വ്യവസായമോ അല്ലെങ്കിൽ വാണിജ്യ വ്യാപാര സംരംഭങ്ങൾ തുടങ്ങുക. ശ്രീ വി കെ ആദർശ്, ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതൊക്കെ ഇടത്തരം മലയാളികൾ പോലും ചിന്തിക്കുന്ന ഈ
പൈസ ഇരട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള മാർഗങ്ങളാണ്. എന്തുകൊണ്ട് പ്രവാസികൾക്ക് ഇതൊരു ചോയ്സ് ആകുന്നില്ല? അവർ ഇവിടെ ഒരു വീട് വാങ്ങുന്നു, അതിൽ ഒരു വീടുള്ളവർ ഒന്നുകിൽ ആഡംബരപൂർവ്വം ഒരു വീട് വെക്കുന്നു, പിന്നീട് ഒരു വീട് കൂടി വെച്ചാൽ അത് വാടകയ്ക്ക് കൊടുത്ത് കിട്ടുന്ന പണം ഉപയോഗിക്കാം എന്ന് അവർ കരുതുന്നു, അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുന്നു, അല്ലെങ്കിൽ സ്വർണം വാങ്ങുന്നു. ഇങ്ങനെയുള്ള പരമ്പരാഗതമായ നിക്ഷേപ ഇടങ്ങളിൽ തന്നെ പ്രവാസികൾ ചുരുങ്ങിപ്പോകുന്നത് എന്തുകൊണ്ടായിരിക്കും? ഒരു പക്ഷേ അവർക്ക് കൃത്യമായി ഇതിനകത്ത് ഒരു അവബോധം സൃഷ്ടിക്കാൻ കഴിയാത്തത് കൊണ്ടാണോ, അതോ നാട്ടിൽ അധിക നാൾ നിൽക്കാനോ അതിന്റെ ഏറ്റവും അനുയോജ്യമായ ഇടങ്ങൾ കണ്ടെത്തി അവിടെ നിക്ഷേപിക്കാനോ ഒന്നും സമയം കിട്ടാത്തത് കൊണ്ടും അവസരങ്ങൾ കിട്ടാത്തത് കൊണ്ടുമായിരിക്കുമോ? ഇത് പലവിധ ഉത്തരങ്ങളുടെ ഒരു സങ്കലനമാണ് ഇതിന്റെ പൊതുവായ ഉത്തരം എന്ന് വേണമെങ്കിൽ പറയാം. ഒന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണക്ക് അവർക്കൊരു എങ്ങനെ വേണം പണം എവിടൊക്കെ നിക്ഷേപിക്കണം എന്നുള്ള രീതിയിൽ ഒരു കൃത്യമായ ഒരു അഡ്വൈസ് അവർക്ക് കിട്ടുന്നില്ല. അഥവാ കിട്ടിയാൽ പോലും അതനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നില്ല. ഉദാഹരണത്തിന് ഷംസുദി സാറിനെ പോലെ വളരെ കുറച്ച് ആൾക്കാർ അവിടെ പണിയെടുക്കുന്നുണ്ട്, അവർ അവബോധം സൃഷ്ടിക്കുന്നുണ്ട്, ബാങ്കുകൾ സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഒരു മതിയായ അളവിലേക്ക് അവരുടെ കയ്യിലേക്ക് എത്തുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം. അതേസമയം തന്നെ ഇവരിപ്പം സംരംഭത്തിലേക്ക് അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് നിക്ഷേപിക്കാമെന്ന് വന്നു കഴിഞ്ഞാൽ അത് സംരംഭ അനുകൂല എക്കോസിസ്റ്റം ആയിരിക്കണം, അല്ലെ അവസ്ഥയായിരിക്കണം ഇത് നമ്മുടെ സംസ്ഥാനത്തോ അല്ലെങ്കിൽ ഈ പൊതുവിൽ നിങ്ങൾ നിക്ഷേപിക്കാൻ പോകുന്ന സ്ഥലത്ത് ഉണ്ടാകേണ്ടത്. ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ ബാങ്ക് ഡെപ്പോസിറ്റ് ഇടുകയാണെന്ന് വെച്ചോ, ഒരു 7% ഒക്കെ ബാങ്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ഏകദേശം ഇപ്പോഴത്തെ കണക്ക് നോക്കിയാൽ ഒരു 5% പണപ്പെരുപ്പമുണ്ട്. അപ്പൊ പണപ്പെരുപ്പത്തിനെ ഒന്ന് തട്ടിക്കിടിച്ച് നോക്കി കഴിഞ്ഞാൽ പണം വളരുന്നത് വളരെ കുറവാണ്, അല്ലെങ്കിൽ പണം ജഡാവസ്ഥയിലാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അതായത് അടുത്ത വർഷത്തെ ഇൻഫ്ലേഷൻ കൂടെ നോക്കുമ്പോൾ നിങ്ങൾ ബാങ്കിൽ ഡിപ്പോസിറ്റ് ഇട്ടേക്കുന്നത് എത്രമാത്രം ഗുണകരമാകുമെന്നുള്ളത് നമുക്കൊന്ന് ചിന്തിക്കേണ്ട വിഷയമാണ്. പക്ഷെ അവിടെ മ്യൂച്വൽ ഫണ്ടിന്റെ ഓപ്ഷൻ ഉണ്ട്, അതും അല്ലെങ്കിൽ ഷെയറിൽ നിക്ഷേപിക്കാവുന്ന ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അവിടെ നമ്മൾ കുറച്ചുകൂടെ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് കുറച്ചുകൂടെ പഠനം നടത്തേണ്ട ആവശ്യമുണ്ട്. ഇല്ലെങ്കിലുള്ള അബദ്ധം എന്ന് പറയുന്നത് ഈ ഒരു അവസ്ഥ മുതലെടുത്തുകൊണ്ട് പെന്നി സ്റ്റോക്സിലേക്കോ അതും അല്ലെങ്കിൽ ഈ ഒട്ടും ഈൽഡ് കിട്ടാത്ത മ്യൂച്വൽ ഫണ്ടിലേക്കൊക്കെ ആയിരിക്കും നിങ്ങളുടെ പണം പോകുന്നത്. അത് ഇതിനേക്കാളും വലിയ ദോഷം ഉണ്ടാക്കി വയ്ക്കുകയുള്ളൂ, ഒരു സംശയമില്ലാത്ത കാര്യം. പക്ഷെ നേരത്തെ ഒരു പ്രശ്നത്തിന്റെ പകുതി ഉത്തരം വന്ന് കിടക്കുന്നത് എന്തുകൊണ്ട് ഇതെല്ലാം മാറി അവരവരുടെ സംരംഭത്തിലേക്ക് സ്വന്തം സംരംഭം തുടങ്ങിക്കൂടാ? നമുക്ക് തന്നെ അറിയാം, പ്രവാസികൾ പലപ്പോഴും സംരംഭം തുടങ്ങാൻ വരുന്നതുമായി ബന്ധം എനിക്ക് തോന്നുന്നു 2-3 മലയാള സിനിമ തന്നെ ഉണ്ട്. പ്രവാസികൾ ബസ് എടുക്കാൻ വരുന്നതും അല്ലെങ്കിൽ പ്രവാസി ഇവിടെ ഉള്ളവർ തന്നെ വ്യവസായം തുടങ്ങാൻ വന്നിട്ട് അതിന്റെ പ്രതിബന്ധങ്ങളൊക്കെ. പക്ഷെ ആ കാലമൊക്കെ മാറി. ഇന്ന് മിക്കവാറുള്ള ലൈസൻസുകളൊന്നും വേണ്ട, കേരളം സ്വിഫ്റ്റ് വഴി സ്വിഫ്റ്റ് വഴിയാണ് ലൈസൻസ് കൊടുക്കുന്നത്. കേന്ദ്ര സർക്കാർ ലൈസൻസുകളെല്ലാം ഉദാരമാക്കിയിരിക്കുന്നു. അപ്പൊ കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമായി. ഒരു 15 വർഷത്തിന് മുമ്പേ ഒരു ശരാശരി പ്രവാസി മലയാളി അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊന്നും ഇന്നത്തെ പ്രവാസി മലയാളി അനുഭവിക്കേണ്ടി വരുന്നില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞു പോകുന്നത്, രേണുക ഒരു കാര്യം കൂടെ അതിനകത്ത് സൂചിപ്പിക്കേണ്ടതുണ്ട്. പിന്നെ അവിടുത്തെ ജോലി പുറം നാട്ടിലെ ജോലി മതിയാക്കി തിരിച്ചിവിടെ വന്നവർക്ക് വേണ്ടി നോർക്ക റൂട്ട്സ് പ്രവാസികൾക്ക് വേണ്ടിയുള്ള സംരംഭ പദ്ധതി ആവിഷ്കരിച്ച് ബാങ്കുകളിലൂടെ നടപ്പാക്കുന്നുണ്ട്. ഏകദേശം 20% ക്യാപിറ്റൽ സബ്സിഡിയും പിന്നീട് ആദ്യത്തെ 3-4 വർഷത്തേക്കുള്ള പലിശ സബ്സിഡി അടക്കമുള്ള ഒരു ഒന്നാം തരം പ്രോഗ്രാമാണ് അതുള്ളത്. പക്ഷെ അതും എത്തപ്പെടുന്നവരുടെ എണ്ണം, അതായത് അതിന്റെ അവബോധം പോലും സാധാരണക്കാർക്കിടയിൽ വലുതായിട്ടില്ല എന്നുള്ളതാണ് ഈ നേരത്തെ രേണുക പറഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരമായി വന്നു നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് കേൾക്കുന്ന പ്രവാസികളെങ്കിലും ഇത്തരം പല അവന്യൂവിൽ പല സാഹചര്യങ്ങൾ നിക്ഷേപിക്കാനുണ്ടെന്നും ഇത്തരത്തിൽ പ്രവാസികൾക്ക് വേണ്ടി മാത്രം ഒരുപക്ഷെ ഇന്ത്യയിലെ ഏക ഇന്ത്യൻ സ്റ്റേറ്റ് ആയിരിക്കും ഇങ്ങനെ ചിട്ടപ്പെടുത്തിയത്. ഏക ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ഈ റെമിറ്റൻസ് വന്നെത്തുന്ന സ്റ്റേറ്റ് കൂടിയാണ്, അതിന്റെ ഉത്തരവാദിത്വമുള്ള സ്റ്റേറ്റും കൂടിയാണ്. പക്ഷേ ഇത് പലതും സാധാരണക്കാരായ പ്രവാസികളിലേക്ക് എത്തുന്നില്ല, അതിന്റെ പ്രയോജനം ആർക്കും കിട്ടുന്നില്ല, മിക്കവർക്കും കിട്ടുന്നില്ല എന്നൊരു സാഹചര്യം കൂടി ഉണ്ട്. അത് മാറേണ്ടിയിരിക്കുന്നു. നമുക്ക് തിരിച്ചെത്താം. ശ്രീ കെ.വി. ഷംസുദ്ദീൻ, ഇവിടെ ഇപ്പോൾ കോവിഡ് കാലത്ത് 12 ലക്ഷം പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ട് തിരിച്ചെത്തിയെന്നാണ് സഭയിൽ ധനമന്ത്രി പറഞ്ഞത്. ആ കണക്ക് ഉയരാമെന്ന സൂചനയും അദ്ദേഹം നൽകുകയുണ്ടായി. നമുക്കറിയാം, അവിടെ സ്വദേശിവൽക്കരണം ഉണ്ടാകുമ്പോൾ, തൊഴിൽ നഷ്ടപ്പെടുമ്പോൾ, ഒപ്പം യുദ്ധ സാഹചര്യങ്ങൾ ഗൾഫ് മേഖലയിൽ ഉണ്ടാകുമ്പോഴൊക്കെ കേരള സാമ്പത്തിക രംഗം വലിയ ഉലച്ചിലുകൾ നേരിട്ടിട്ടുണ്ട്. പിന്നീട് അതിനെ അതിജീവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനും പ്രവാസി പണം തന്നെയാണ് അടിത്തറ പാകിയിട്ടുള്ളത്. പക്ഷേ അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം, അത് നേരിടേണ്ടി വരും എന്ന് കണക്കാക്കി ഏറ്റവും കൂടുതൽ പണം ഇങ്ങോട്ടൊഴുകുമ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിയുന്നുണ്ടോ? അങ്ങനെ ഉണ്ടായിരുന്നു എങ്കിൽ ഈ കോവിഡ് കാലമൊക്കെ നമുക്ക് ഇത്ര വലിയ വെല്ലുവിളിയായി കടന്നു പോകുമോ? എനിക്കിതിൽ പറയാനുള്ളത്, ഞാൻ 53 വർഷമായി പ്രവാസികളുടെ 4 കാര്യം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന്, ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ. രണ്ടാമത് ഫിനാൻഷ്യൽ പ്ലാനിങ്. മൂന്നാമത് വരുമാനം എത്രയായാലും അതിൽ നിന്ന് ഒരു നിശ്ചയ സംഖ്യ ഭാവിയിലേക്ക് വേണ്ടി മാറ്റിവെക്കുക, ബാക്കിയുള്ളതുകൊണ്ട് ജീവിക്കുക എന്നുള്ളൊരു സ്വഭാവം.
നാലാമത് ആ മാറ്റിവെച്ച സംഖ്യ ഇൻവെസ്റ്റ് ചെയ്യുക. എൻ്റെ ഇത്രയും കാലത്തെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിൽ പ്രതിദിനം ഏറ്റവും കൂടുതൽ ഉച്ചരിക്കുന്ന ഒരു പദം SIP, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്നുള്ളതാണ്. കാരണം ഞാൻ തന്നെ 1971 മുതൽ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുകയും അതിന്റെ ഫലം മനസ്സിലാക്കുകയും ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് അത് എത്തിച്ചു കൊടുക്കുകയും ചെയ്തതിന്റെ ഫലമായി സുഭിക്ഷമായി ജീവിക്കുന്നവർ ഇന്ന് കേരളത്തിലുണ്ട്. ഉദാഹരണമായിട്ട് ഏറ്റവും ചുരുങ്ങിയ ഒരു സംഖ്യ 500 ദിർഹം എന്ന് പറയുന്നത് 10,000 ഉറുപ്പിയയ്ക്ക് തുല്യമാണ്. ഇന്ന് 10,000 ഉറുപ്പിക 10 വർഷം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ 12 ലക്ഷം ഉറുപ്പികയാവും. ഏറ്റവും ലോ ഇൻകം കിട്ടുന്ന ഒരു 12% റിട്ടേൺ കിട്ടുന്ന ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഏകദേശം 25 ലക്ഷം ഉറുപ്പികയായി മാറിയിട്ടുണ്ടാവും. 20 വർഷം ആ വ്യക്തി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം ചെയ്ത 24 ലക്ഷം ഉറുപ്പിക ഏറ്റവും ചുരുങ്ങിയത് 1 കോടി ഉറുപ്പിക ആയിട്ടുള്ളത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഈ വ്യക്തി നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി നാട്ടിൽ, അതായത് ഗൾഫിൽ ജീവിച്ചിരുന്ന കാലത്ത് നാട്ടിലെ കുടുംബത്തിന്റെ ജീവിതത്തിന് വേണ്ടി അയച്ചു കൊണ്ടിരിക്കുന്ന സംഖ്യയേക്കാൾ കൂടുതൽ അദ്ദേഹം നിക്ഷേപിച്ച സംഖ്യയിൽ നിന്ന് പ്രതിമാസ വരുമാനമായി SWP, സിസ്റ്റമാറ്റിക് വിത്ഡ്രോവൽ പ്ലാൻ എന്നുള്ള നിലയ്ക്ക് എടുത്ത് ജീവിക്കാൻ പറ്റും. അങ്ങനെ ലക്ഷോപലക്ഷം ആളുകൾ ഇന്ന് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയുടെ നാനാഭാഗത്തും എൻ്റെ ഉപദേശം കിട്ടിയവർ സുഖമായി ജീവിക്കുന്നുണ്ട്. അതിനോടൊപ്പം മിസ്റ്റർ ആദർശ് പറഞ്ഞ കാര്യത്തിലേക്ക് ഞാൻ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തെ പറ്റി ഞാൻ പറയാറുള്ള ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി എന്നും ലാൻഡ് ഓഫ് അൺടാപ്ഡ് റിസോഴ്സ് എന്നാണ് പറയാറുള്ളത്. ഒന്ന് പരിശോധിച്ചു നോക്കൂ. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ നിങ്ങൾ കൊണ്ടുവരും, രേണുക കൊണ്ടുവരും. ആ കൊണ്ടുവന്ന സാധനങ്ങളിൽ എത്ര ഐറ്റമാണ് കേരളത്തിൽ നിർമ്മിച്ചതെന്ന് നോക്കിക്കഴിഞ്ഞാൽ 10% പോലും അതിൽ കാണാൻ സാധിക്കില്ല. ആയിരക്കണക്കിന് കിലോമീറ്റർ താണ്ടിയാണ് നമുക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ കേരളത്തിലേക്ക് എത്തുന്നത്. ഇതെല്ലാം തന്നെ കേരളത്തിൽ സാധിക്കുന്നതാണ്. കേരളത്തിൽ നിസ്സാരമായ കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. കൂളന്റ്, കാറിന് വേണ്ട റേഡിയേറ്ററിൽ ഒഴിക്കേണ്ട കൂളന്റ്, അതുപോലെ തന്നെ ഡിസ്റ്റിൽഡ് വാട്ടർ, എത്രയോ കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലമാണ് കേരളം. അതിനു വേണ്ടി വരുന്ന ഇൻസുലേഷൻ ടാപ്പ്, ഇതെല്ലാം ഒരു വീട്ടിൽ വെച്ച് ഭാര്യയും ഭർത്താവും കൂടി ഇരുന്ന് ഉൽപ്പാദിപ്പിക്കാവുന്ന ഉൽപ്പന്നങ്ങളാണ്. അതുപോലും നമ്മൾ ഉൽപ്പാദിപ്പിക്കാതെ മറ്റു സംസ്ഥാനങ്ങൾ കൊണ്ടുവരുന്നു. നമ്മളുടെ ഉൽപ്പന്നങ്ങളായിട്ടുള്ള റബ്ബർ, നാളികേരം, അതുപോലെ തന്നെ മാങ്ങ, ചക്ക, കൈതച്ചക്ക, ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം പ്രവാസികളായ ഞങ്ങൾ മറ്റു നാടുകളിൽ നിന്ന് വരുന്നത് ഉയർന്ന വില കൊടുത്ത് വാങ്ങിക്കുന്നു. തീർച്ചയായും ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ് ആ നിലയ്ക്ക് കേരളം. അതിൽ കാർഷിക രംഗത്തിന്റെ ഒക്കെ തിരിച്ചടി നേരിട്ടപ്പോൾ പോലും പ്രവാസിയുടെ പണമാണ് പക്ഷേ കേരളത്തെ പിടിച്ചു നിർത്തിയത്. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയായാലും ഏത് മേഖലയായാലും ഇപ്പോൾ കൈവരിച്ചിരിക്കുന്ന ഈ വളർച്ചയ്ക്ക് പിന്നിൽ പ്രവാസികളുടെ അധ്വാനവും അവർ അയക്കുന്ന പണവും ഒക്കെയുണ്ട്. കേരളം തിളങ്ങുന്നു എങ്കിൽ, അല്ലെങ്കിൽ കേരളം നമ്പർ 1 എന്ന് അവകാശപ്പെടുന്നുണ്ടോ എങ്കിൽ അതിന്റെ ഒരു വലിയ ഭാഗം പ്രവാസികൾക്ക് അവകാശപ്പെട്ടു തന്നെയാണ്. ശ്രീ VK ആദർശ്, താങ്കൾ ഇവിടെ ചൂണ്ടിക്കാട്ടി മുമ്പലത്തെ പോലെ ചുവപ്പ് നാടകൾ ഇപ്പോൾ ഇല്ല എന്ന്. പക്ഷേ പ്രവാസി സാജന്റെ അനുഭവം നമുക്ക് മുന്നിലുണ്ട്. ഒറ്റപ്പെട്ടതെന്ന് പറയുന്ന എത്രയെത്ര അനുഭവങ്ങൾ നമുക്ക് അങ്ങനെ ചൂണ്ടിക്കാട്ടാൻ പറ്റും. എന്തുകൊണ്ടാണ് ഇപ്പോഴും ഒരു പ്രവാസി സംഗമം ഉണ്ടായാൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള മീറ്റുകൾ ഉണ്ടായാൽ അവിടെ പ്രവാസിയെ വേണ്ടി വാഴ്ത്തുപാട്ടുകൾ ഉണ്ടാകും, പല പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും, പക്ഷെ അതൊന്നും ശരിയായ വിധത്തിൽ നടപ്പിലാകുന്നില്ല എന്നതൊരു വസ്തുതയാണ്. ഈ ചുവപ്പുനാട ഇപ്പോഴും ഒരു പ്രശ്നം തന്നെയായി പലയിടത്തും നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് പ്രത്യേക വ്യാവസായിക പാർക്ക് അല്ലെങ്കിൽ ഒരു സോൺ പ്രവാസികൾക്കായി സൃഷ്ടിച്ചുകൊണ്ട് അവരെ വ്യവസായത്തിലേക്ക് അടുപ്പിക്കാനും അങ്ങനെ ഈ നാടിന്റെ തന്നെ പുരോഗതിക്ക് വലിയ സംഭാവനകൾ ചെയ്യാൻ കഴിയുന്ന പ്രോജക്റ്റുകൾ ആവിഷ്കരിക്കാനും നമുക്ക് കഴിയാതെ പോകുന്നത്? നമുക്ക് പ്രശ്നങ്ങളില്ലെന്നല്ല, പ്രശ്നങ്ങളുണ്ട്. പക്ഷെ
ഈ പറയുന്ന കഴിഞ്ഞൊരു 20 വർഷത്തെ ഓരോ വർഷം ഉണ്ടാകുന്ന മാറ്റം നോക്കിക്കഴിഞ്ഞാൽ അത് വ്യവസായം തുടങ്ങാനുള്ള ലൈസൻസുകളുടെ കാര്യത്തിലായാലും അല്ലെങ്കിൽ NOCകളുടെ കാര്യത്തിലായാലും മറ്റനുമതികളുടെ കാര്യത്തിലായാലും ഗവൺമെന്റുകൾ ഇനിയൊന്നും അനുമതി വേണ്ട എന്ന് പറയുന്ന ഒരു റെജീമിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഒറ്റ തിരിഞ്ഞ പ്രശ്നങ്ങളുണ്ട് പലപ്പോഴും. പക്ഷെ അവിടെയൊക്കെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഒരു ഇൻഡസ്ട്രി തുടങ്ങാൻ പോകുമ്പോൾ ഒരു പ്രോപ്പർ ആയിട്ടുള്ള കൺസൾട്ടന്റിന്റെ ഒക്കെ ഒരു സഹായം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് സ്റ്റഡി ഉണ്ടെങ്കിൽ, പ്രോപ്പർ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് സ്റ്റഡി ഉണ്ടെങ്കിൽ നമുക്ക് ഈ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാവുന്നേ ഉള്ളൂ. കാരണം പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇവിടെ നിന്ന് ബിസിനസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും നാട്ടിലെ രീതി ഒന്ന് പഠിച്ച് ഒരു 6 മാസങ്ങളിൽ നിന്ന് പഠിച്ച് വന്നിട്ട് തുടങ്ങുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്നാണ് ഒരു കഴിഞ്ഞ 13 വർഷത്തെ ബാങ്ക് അനുഭവത്തിൽ നിന്നും എനിക്ക് പറയാനുള്ളത്. കാരണം പെട്ടെന്ന് അങ്ങോട്ട് തുടങ്ങുമ്പോൾ ഉണ്ടാവുന്ന ഒരു ജെർക്കിംഗ് ഉണ്ട്, അത് നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാൻ പറ്റും. ഒന്ന് പ്രോപ്പർ ആയിട്ടൊരു സ്റ്റഡി നടത്തുക എങ്ങനെയൊക്കെയാണ്. കാരണം ഇത് നിങ്ങൾ നടന്നുപോയ വഴി കൂടെ ആയിരിക്കത്തില്ല ഒരുപക്ഷെ നാടിപ്പം നടക്കുന്നത്. അപ്പൊ അത്തരത്തിൽ നാടിനെ ഒന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് അത് അഡാപ്റ്റബിൾ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അതിനനുസരിച്ച് ഒന്ന് അഡാപ്റ്റ് ചെയ്ത് നമ്മൾ മാറിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ നടന്നു വരാവുന്നേ ഉള്ളൂ. കാരണം ഒരു സംരംഭകന് പല ക്വാളിറ്റി ഉണ്ടായിരിക്കണമെന്ന് നമ്മൾ പറയുന്ന പോലെ ചിലയിടത്തൊക്കെ നമ്മളൊന്ന് സൂത്രശാലി ആവേണ്ട ആവശ്യമുണ്ട്, ചിലയിടത്തൊക്കെ നമ്മളൊന്ന് കരുതൽ കാണിക്കേണ്ട ആവശ്യമുണ്ട്, ചിലയിടത്തൊക്കെ നമ്മൾ വളരെ അഗ്രസീവായിട്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്നൊരു ഗുണമാണ് സംരംഭനം ഉണ്ടായിരിക്കേണ്ടത്. എല്ലാം നമ്മളുടെ ചൊൽപ്പടിക്ക് നടക്കും എന്ന് പറയുന്നത് കേരളത്തിൽ എന്നല്ല, തമിഴ്നാട്ടിലും കർണാടകയിലും ഒന്നും നടക്കത്തില്ല. അപ്പൊ അതിനനുസരിച്ചൊന്ന് മാറണം. അതിനൊരു സ്റ്റേറ്റിനെ ലേബൽ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇതേ സമയം തന്നെയാണ് തമിഴ്നാട്ടിലും കർണാടകയിലും എല്ലാ ഇൻഡസ്ട്രീസിന് എതിരെ വലിയ പ്രക്ഷോഭങ്ങൾ പല അളവിലും ഉണ്ടായിട്ടുണ്ട്. കേരളത്തിനേക്കാളും വലുതും ഉണ്ടായിട്ടുണ്ട് ഈ 2 ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ. അപ്പൊ അതൊരു പ്രശ്നമായിട്ട് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. പകരം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാസികൾക്ക് എന്തൊക്കെ സ്കീമാണ് അവൈലബിൾ ആയിട്ടുള്ള, ആ സ്കീമിന് എന്തെല്ലാം ഗുണഫലം പ്രവാസികൾക്ക് എടുക്കാം എന്നുള്ളത് ഒന്ന്. എനിക്ക് തോന്നുന്നത് നോർക്ക ഇപ്പൊ ചെയ്യുന്നത് പ്രവാസികൾക്ക് വേണ്ടി സംരംഭക ക്ലിനിക്ക് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ക്ലിനിക്ക് ഈ ആഴ്ച അങ്ങോട്ട് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ നോർക്കയുടെ വെബ്സൈറ്റ് നോക്കിയാൽ മതി. ഇത്തരത്തിലെ സംരംഭക ക്ലിനിക്ക് പോയാൽ ആ സംരംഭവുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശം നൽകുന്നവർ നിങ്ങളെ ഹാൻഡ് ഹോൾഡ് ചെയ്യും, നിങ്ങളെ കൈപിടിച്ചുയർത്തും, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരും. ഇത്തരത്തിൽ ഫണ്ടിങ്ങിന്റെ അഭാവം ഉണ്ടെങ്കിൽ അത് ഫണ്ടിങ് ചെയ്യുന്ന ഏജൻസികളുമായിട്ട് കണക്ട് ചെയ്യും. ലൈസൻസും കാര്യമാണെങ്കിൽ അത്തരത്തിലും ചെയ്തു തരും. അപ്പൊ ഈ എക്കോസിസ്റ്റമായിട്ട് പരിചയപ്പെടുക എന്നുള്ളത് വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. തീർച്ചയായും എന്തായാലും സാഹചര്യങ്ങൾ മാറുന്നുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. നമുക്ക് സമയം അവസാനിക്കുന്നത് കൊണ്ട് ഞാൻ ഇടപെടുകയാണ്. പണ്ട് പ്രവാസികളുടെ ഡെപ്പോസിറ്റ് പണം വാങ്ങി വെച്ചിട്ട് ലോൺ കൊടുക്കാത്ത ബാങ്കുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ബാങ്കുകൾ ആ നിലയ്ക്കല്ല. പ്രവാസികളെ ചേർത്ത് നിർത്താനും കൂടുതൽ അവർക്ക് ലോണുകൾ അനുവദിക്കാനും അവരുടെ സംരംഭക ആശയങ്ങൾക്കൊപ്പം നിൽക്കാനും ഒക്കെ ഉള്ള ശ്രമം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ സർക്കാരും പല പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. പക്ഷേ ഇത് ശരിയായ വിധത്തിൽ ആളുകളിലേക്ക് എത്തുന്നില്ല എന്നതൊരു വസ്തുതയാണ്. അതിന് കൂടുതൽ ശ്രമങ്ങൾ ഉണ്ടാകട്ടെ, കൂടുതൽ പ്രയോജനപ്രദമായ രീതിയിൽ പ്രവാസി പണം വിനിയോഗിക്കപ്പെടട്ടെ എന്ന് നമുക്ക് ആശിക്കാം. വളരെ നന്ദി ശ്രീ KV ഷംസുദ്ദീൻ, ഒപ്പം തന്നെ ശ്രീ VK ആദർശ് ഞങ്ങളോട് സഹകരിച്ചതിന്. നന്ദി, നമസ്കാരം. ചില റിപ്പോർട്ടുകളിലേക്ക് കൂടി പോവുകയാണ്. 6 മാസത്തിലധികം രാജ്യത്തിന് പുറത്ത് നിന്ന ദുബായ് വിസക്കാർക്ക് പിഴ ഈടാക്കി എൻട്രി പെർമിറ്റ് അനുവദിക്കുമെന്ന് ഇമിഗ്രേഷൻ വകുപ്പ്. വൈകിയതിന്റെ കാരണം ബോധ്യപ്പെടുത്തുന്നവർക്കാണ് എൻട്രി പെർമിറ്റ് ലഭിക്കുക. സ്പോൺസറാണ് എൻട്രി പെർമിറ്റിനായി അപേക്ഷിക്കേണ്ടത്. 6 മാസത്തിലധികം UAE പുറത്തു കഴിഞ്ഞവർക്ക് റീ എൻട്രി പെർമിറ്റ് അനുവദിക്കുന്നുണ്ടെന്നാണ് ദുബായ് GDRFA വ്യക്തമാക്കുന്നത്. 6 മാസത്തിൽ കൂടുതൽ UAE പുറത്തു കഴിഞ്ഞവർക്ക് പിഴ ചുമത്തിയാണ് പ്രവേശനാനുമതി നൽകുന്നത്. തിരികെ എത്താൻ വൈകിയതിന്റെ കാരണം അപേക്ഷകർ ബോധ്യപ്പെടുത്തണം. വൈകിയതിന്റെ കാരണം വ്യക്തമാക്കുന്ന രേഖകൾ സഹിതമാണ് അപേക്ഷിക്കേണ്ടത്. റീ എൻട്രി പെർമിറ്റിന് 445 ദിർഹമാണ് നിരക്ക് ഈടാക്കുന്നത്. മറ്റ് എമിറേറ്റുകളിൽ നിന്നും വിസ ലഭിച്ചവർക്കും 6 മാസത്തിലധികം രാജ്യത്തിന് പുറത്ത് താമസിച്ചാലും റീ എൻട്രി പെർമിറ്റ് നൽകുമെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് അറിയിച്ചു. മറ്റ് എമിറേറ്റുകളിലുള്ളവർ റീ എൻട്രി പെർമിറ്റിനായി ICPയിലാണ് അപേക്ഷിക്കേണ്ടത്. സ്പോൺസറാണ് റീ എൻട്രി പെർമിറ്റിനായി അപേക്ഷിക്കേണ്ടത്. വൈകിയ ഓരോ മാസത്തിനും 100 ദിർഹം വീതം പിഴ ഈടാക്കിയാകും പെർമിറ്റ് അനുവദിക്കുകയെന്നും ICP വ്യക്തമാക്കി. പെർമിറ്റ് ലഭിച്ചാൽ 30 ദിവസങ്ങൾക്കുള്ളിൽ രാജ്യത്ത് തിരികെ പ്രവേശിക്കണം. കുറഞ്ഞത് 30 ദിവസമെങ്കിലും വിസ കാലാവധിയുള്ളവർക്ക് മാത്രമാണ് റീ എൻട്രി പെർമിറ്റ് അനുവദിക്കുന്നത്. ന്യൂസ് 18 ദുബായ്. കേരള സോഷ്യൽ സെന്റർ അബുദാബി സംഘടിപ്പിച്ച UAE തല യുവജനോത്സവം 3 ദിവസങ്ങളിലായി നടന്നു. വിവിധ പ്രായപരിധിയിലുള്ളവർക്കായുള്ള മത്സരങ്ങളിൽ എമിറേറ്റുകളിൽ നിന്ന് 200-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നേടിയ കുമാരി വേദവല്ലി തിരുനാവക്കരിച്ച്, ചിത്രകാരൻ ഡാവിഞ്ചി സുരേഷ്, നർത്തകിമാരായ മൻസിയ, തീർത്ഥ, ബിന്ദുലക്ഷ്മി പ്രദീപ് എന്നിവർ ചേർന്ന് ദീപം കൊളുത്തി യുവജനോത്സവം ഉദ്ഘാടനം ചെയ്തു. കേരള സോഷ്യൽ സെന്റർ പ്രസിഡന്റ് ബീരാൻകുട്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ
വനിതാ കൺവീനർ പ്രീത നാരായണൻ, ബാലവേദി കൺവീനർ അധീന ഫൈസൽ, ക്യാപ്റ്റൻ അരുൺ എന്നിവർ സംസാരിച്ചു. ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, ശാസ്ത്രീയ സംഗീതം, ലളിതഗാനം, മാപ്പിളപ്പാട്ട്, പ്രച്ഛന്നവേഷം, മോണോആക്ട് തുടങ്ങി 24 ഇനങ്ങളിലാണ് മത്സരം നടന്നത്. കിഡ്സ് വിഭാഗത്തിൽ നിതാര വിനീഷ്, സബ് ജൂനിയർ വിഭാഗത്തിൽ ശിവാനി സഞ്ജീവ്, ജൂനിയർ വിഭാഗത്തിൽ അനഘ സുജിൽ, സീനിയർ വിഭാഗത്തിൽ ഗൗരി ജ്യോതിലാൽ, സൂപ്പർ സീനിയർ വിഭാഗത്തിൽ മറിയ സുരേഖ് എന്നിവർ കൂടുതൽ പോയിന്റുകൾ നേടി ബെസ്റ്റ് പെർഫോമർ അവാർഡ് കരസ്ഥമാക്കി. ഓരോ മത്സരങ്ങളും അവസാനിച്ച ഉടൻ തന്നെ ഫലപ്രഖ്യാപനം നടത്തി സർട്ടിഫിക്കറ്റുകളും ട്രോഫികളും വിതരണം ചെയ്തു. മത്സരങ്ങളുടെ അവസാന ദിവസം കലാവേദി സെക്രട്ടറി ലതീഷ് ശങ്കർ നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് 18 അബുദാബി. UAE-യിൽ ഇന്ധനവില കുറച്ചു. പെട്രോളിന് 21 ഫിൽസും ഡീസലിന് 35 ഫിൽസുമാണ് കുറച്ചത്. പുതുക്കിയ വില ഇന്ന് അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ വരും. UAE ഊർജ്ജ മന്ത്രാലയത്തിന് കീഴിലെ ഇന്ധനവില നിർണയ സമിതിയാണ് ജൂൺ മാസത്തേക്കുള്ള നിരക്കുകൾ പ്രഖ്യാപിച്ചത്. സൂപ്പർ 98 പെട്രോളിന് വില 3.16 ദിർഹത്തിൽ നിന്നും 2 ദിർഹം 95 ഫിൽസായിട്ടാണ് കുറച്ചത്. സ്പെഷ്യൽ 95-ന് 2.84 ദിർഹമായിരിക്കും നാളെ മുതൽ നിരക്ക്. 3.05 ദിർഹമാണ് നിലവിലെ സ്പെഷ്യൽ 95-ന്റെ വില. E+ന്റെ വില 2.97 ദിർഹത്തിൽ നിന്നും 2.76 ദിർഹമായും കുറച്ചു. ഡീസലിന്റെ 3.03 ദിർഹത്തിൽ നിന്നും 2.68 ദിർഹമായിട്ടാണ് കുറച്ചത്. തുടർച്ചയായി 2ാം മാസമാണ് UAE ഇന്ധനവിലയിൽ കുറവ് വരുത്തുന്നത്. മെയ് മാസത്തെ വിലയിൽ 8 ഫിൽസിന്റെ കുറവായിരുന്നു വരുത്തിയത്. രാജ്യാന്തര വിപണിയിലെ അസംസ്കൃത എണ്ണയുടെ വിലയുടെ അടിസ്ഥാനത്തിലാണ് UAE ആഭ്യന്തര വിപണിയിലും ഇന്ധനവില നിശ്ചയിക്കുന്നത്. ക്രൂഡ് ഓയിൽ വില കുറഞ്ഞ സാഹചര്യത്തിലാണ് UAEയും ഇന്ധനവില കുറച്ചത്. ന്യൂസ് 18 ദുബായ്. ഗൾഫ് 18 പൂർണ്ണമാകുന്നു. നമസ്കാരം.